ത്രിപുരയിലെ ഇലക്ഷൻ റിഗ് ചെയ്ത് കഴിഞ്ഞു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അമ്പയെ പരാജയപ്പെടുന്നു NDA നരേന്ദ്രമോദി. ഒരു പ്രധാനപ്പെട്ട വാർത്ത പറഞ്ഞ് നമുക്ക് കൂടെ അവസാനിപ്പിക്കാം. ഇന്ത്യ ആക്സിസ് മൈൻഡിയുടെ സർവേയിൽ വെസ്റ്റ് ബംഗാൾ വന്നിരിക്കുന്നു. 11 മുതൽ 14 സീറ്റുകളിലേക്ക് മമതാ ബാനർജി ചുരുങ്ങുന്നു. 26 മുതൽ 31 സീറ്റ് വരെ BJP അവിടെ നേടാം. രണ്ട് സീറ്റുകൾ വരെ അവിടെ ലെഫ്റ്റ് കോൺഗ്രസിന് കിട്ടാം. അതായത് ഇന്ത്യ മുന്നണിയുടെ യോജിപ്പിനെ ഏറ്റവും എതിർത്ത് അവിടെ ഒറ്റയ്ക്ക് പോരാടി വിജയിക്കാമെന്ന് തീരുമാനിച്ച മമതാ ബാനർജിയുടെ തീരുമാനത്തിന് കനത്ത തിരിച്ചടി കിട്ടുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ NDA അധികാരത്തിൽ വരുന്നുണ്ടോ അതിന്റെ കാരണക്കാരികളിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇടവേളയിലേക്ക് പോകേണ്ടതെന്ന് എനിക്കറിയാം, അതിന്റെ അർജൻസി അറിയാം. മഹാരാഷ്ട്ര നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ടാണ് വന്നത്. ബീഹാർ പ്രതീക്ഷിച്ച റിസൾട്ടാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാൻ അല്ലല്ല പ്രതീക്ഷിച്ച റിസൾട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഗുജറാത്തിൽ നിന്ന് 3 സീറ്റുകളെങ്കിലും ലഭിക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് 3 വരെ നമുക്ക് ലഭിക്കാമെന്ന്. ഹരിയാന നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. ഡൽഹിയും ഞാൻ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് സംഭവിക്കും. എന്നാൽ ഉത്തർപ്രദേശിൽ 10 സീറ്റുകൾ കുറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. വെസ്റ്റ് ബംഗാളിൽ BJPയുടെ ഇത് കുറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഈ 2 സ്ഥലങ്ങളിലും അത്ഭുതകരമായ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ഈ എക്സിറ്റ് പോൾ പ്രകാരം അത്ഭുതപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കർണാടകയിൽ കാൽക്കുലേഷൻ വാസ് കംപ്ലീറ്റ്ലി റോങ്. കർണാടകയും വെസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശിനെ പറഞ്ഞു. ഉത്തർപ്രദേശിന്റെ ആക്സിസ് മൈൻഡ് ഉത്തർപ്രദേശിൽ കാര്യമായൊന്നും ഈ ട്രെൻഡ് അനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു സംഭവിക്കാനില്ല ഒന്നും എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ മെഗാ എക്സിറ്റ് പോൾ.